രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, അപ്പോൾ ആ ജോജോ മുള്ളരിങ്ങാട് അദ്ദേഹം ആ നിലവിലെ സാഹചര്യമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആന അവിടെ തുടരുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ. ഉന്മേഷം, നമുക്കും അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ കാട്ടാന ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. 6 ആനകളുടെ കൂട്ടമാണ് സ്ഥിരമായിട്ട് ഈ പ്രദേശത്ത് ഇറങ്ങിയിരുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ. ആ ആനകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആനകളെ തുരത്തേണ്ട നടപടി അടിയന്തരമായി വനംവകുപ്പ് സ്വീകരിക്കണം എന്നുള്ളത് ഇപ്പോൾ ഈ ജോജോ പറഞ്ഞ പോലെ തന്നെ മറ്റു നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും വിധേന ഒരാളെ ആക്രമിച്ച ആനയായതുകൊണ്ട് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്ത് ഉണ്ടാക്കുകയോ ചെയ്യുമോ എന്നുള്ള ആശങ്ക നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ വനംവകുപ്പിനെതിരെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നിലവിൽ ഈ നാട്ടുകാരോ അവിടുത്തെ ആളുകളോ നീങ്ങിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ഇതിനിടയിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ അവർ നടത്തിയിരുന്നു. അത് കാര്യക്ഷമമായിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ഈ വനംവകുപ്പ് അവിടെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നടത്തിയിരുന്നു. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് നിലവിൽ പ്രതിഷേധ സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ ആനകളെ തുരത്താനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ അത് ഈ ഇപ്പോഴത്തെ സാഹചര്യം നേരെ തിരിയും. അത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം കൂടി, ഇതൊരു തേക്ക് കൂപ്പായതുകൊണ്ട് തന്നെ, ജനവാസ മേഖല കടന്ന് തേക്ക് കൂപ്പായതുകൊണ്ട് തന്നെ വനമേഖലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്ന് വാദിക്കാൻ വനംവകുപ്പിന് സ്വാഭാവികമായിട്ടും സാധിക്കും. ജനവാസ മേഖലയിലല്ല എന്നുള്ളത് പറയാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടെ മുൻനിർത്തിക്കൊണ്ട് നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു തീവ്രത ഒരുപക്ഷെ കുറഞ്ഞേക്കാം. അതിനപ്പുറത്തേക്ക് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ കടക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ അത് ഏത് തരത്തിലേക്ക് ആ പ്രതിഷേധം നീങ്ങുമെന്നോ ഏത് തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് ആ സാഹചര്യം പോകുമോ എന്ന് പറയാൻ നിലവിൽ കഴിയില്ല. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു പ്രദേശം, 4 വർഷം മാത്രമായി രാഹുൽ, ഒരു നിമിഷം. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഫെൻസിങ് നടത്തണമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഇപ്പോൾ 6-7 കാട്ടാനകൾ ദിവസങ്ങളായിട്ടുണ്ട്. അതിൽ ഏതാനും ആനകൾ പെരിയാറിൻ്റെ അപ്പുറത്തേക്ക് പോയി. അത് ചെറുപ്പക്കാരായിട്ടുള്ള നാട്ടുകാരെല്ലാവരും കൂടി ഓടിച്ചു വിട്ടതിൻ്റെ പേരിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ പണം മുടക്കണം. ഇവിടെ 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചു. ഈ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും കൂടി ആവശ്യപ്പെട്ടതാണ് ഒരു 2-3,000 കോടി രൂപ ഈ വന്യമൃഗങ്ങളിൽ ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഫെൻസിങ് നടത്തുന്നതിന് വേണ്ടി പണം മുടക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ ചെന്നു. അവിടെ കാട്ടാന ശല്യം ഉണ്ടായതാണ്. അവിടെ ഈ റോഡിൻ്റെ സൈഡിൽ കമ്പിവേലി ഇടുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ഫെൻസിങ് നടത്തുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും പണം മുടക്കിയിട്ട് പോലും അത് മുടക്കുന്നതിന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്കിത് പറയാനുള്ളത്, ജനം ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധിയായി, വളരെ ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധിയായി. ഇനി അവർക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പ്രതികരണം അതിശക്തമായിരിക്കും. ആ പ്രതികരണത്തിന് വേണ്ടി ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടവരോ കാത്തിരിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു ചെറുപ്പക്കാരൻ, ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. അവൻ പശുവിനെ തീറ്റിക്കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇനി അവിടെ 2 കാട്ടാനെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ ഓടിച്ചു വിടുന്നതിനോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പിന്നെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അത് ഭാഗികമായിട്ട് കാട്ടാൻ വരുമ്പോൾ ഒന്ന് ഓടിച്ചു വിടും. ആ ഓടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ഈ പെരിയാറിന് അപ്പുറത്തേക്ക് ആനകളെല്ലാം ഒന്നും പോയിട്ടില്ല. ഏതാനും ആനകൾ പോയി, അത് കഴിഞ്ഞ് അവരുടെ ദൗത്യം തീർന്നു. ഇതിനൊരു സ്ഥിരമായ സംവിധാനം വേണ്ടേ? ആന വരുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് രാത്രിയിൽ പിന്നെ ഇത് നോക്കി നിൽക്കുന്നതിനുള്ള സംവിധാനമാണ്. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ പേര് അവിടെ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാര്യം നടക്കുന്നത്. അപ്പോൾ അതായത് ഈ 8 ആനകൾ കഴിഞ്ഞ് ഏതാനും ആഴ്ചകളായിട്ട് ആ പ്രദേശത്തുണ്ട്. ഈ വനത്തിൻ്റെ അതിർത്തിയിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് അവിടുത്തെ ജനങ്ങളുടെ ഇനിഷ്യേറ്റീവിലാണ് കുറേ ആനകളെ പെരിയാറിനപ്പുറത്തേക്ക് തുരത്തിക്കളഞ്ഞു. പക്ഷേ ബാക്കിയുള്ള 2 ആന അവിടെ വീണ്ടും ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെ അപ്പുറത്തേക്ക് മാറ്റി ഇത് ഉൾക്കാട്ടിലേക്ക് വിടുന്നതിനുള്ള യാതൊരു നടപടിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമായി എടുത്തിട്ടില്ല. അവിടെ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ഇനിഷ്യേറ്റീവിലാണ്, അതാണ് പ്രശ്നം, അത്രേ ഉള്ളൂ. അപ്പോൾ ഫോറസ്റ്റുകാർ ഇതിനകത്ത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. സർക്കാർ ഇതിനകത്ത് വളരെ മോശമായ ഒരു സമീപനമാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ ഈ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളുണ്ടായിട്ട് ശക്തമായിട്ടൊരു നടപടി എടുക്കണ്ടേ? അവിടെ ഒരു സംരക്ഷണം കൊടുക്കണ്ടേ? ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാനുണ്ട്. ഇപ്പം വനത്തിൻ്റെ അതിർത്തിയിൽ എത്രയോ ആളുകളാണ് താമസിക്കുന്നത്. അവർക്ക് സംരക്ഷണം, വല്ല സംരക്ഷണം ഉണ്ടോ? രാത്രി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ രാത്രിയിൽ ആളുകൾ, അവിടെ ചെറുപ്പക്കാർ രാത്രിയിൽ കാവൽ നിൽക്കുകയാണ് ആന ഇപ്പുറത്തേക്ക് വരാൻ. വന്നു കഴിഞ്ഞാൽ കൃഷി പോകും, കൃഷി മുഴുവൻ നശിപ്പിക്കും. ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തീർത്തേ വിടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഗൗരവമായി ഗവൺമെൻറ് ഈ കാര്യത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് പട്ടാപ്പകൽ ആനയുണ്ട് അവിടെ. ആന അവിടെ പട്ടാപ്പകൽ ഇറങ്ങി വന്നു, പല ദിവസങ്ങളിലും ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ജാഗ്രതയായിട്ട് അവിടെ നിന്നത്.
6 ആനകൾ അപ്പുറത്തേക്ക് ശരി, ഏതായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അവിടെ ഇനിയും ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. നേരത്തെ സംസാരിച്ച കേരള കോൺഗ്രസ് നേതാവ് MJ ജേക്കബും ഇപ്പോൾ സംസാരിച്ച കോൺഗ്രസ് നേതാവ് ജോസഫ് ജോണും ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് അവിടെ ഉയർത്തുന്നത്.